നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുതലെടുപ്പുകൾക്കുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗമാണ് വിശ്വാസം. ആ കറുത്ത അധ്യായത്തിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമായിരുന്നു മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബു. സോഷ്യൽ മീഡിയയിലൂടെ താൻ അതിഗംഭീരൻ എന്ന് കാട്ടിക്കൂട്ടിയ മുരാരിയുടെ മുഖം മൂടി ഓരോ ദിവസവും അഴിഞ്ഞു വീഴുകയാണ്. ബാധയൊഴിപ്പിക്കാൻ എന്ന വ്യാജേനെ കൊല്ലം പുത്തൂരിൽ 16 വയസ്സുള്ള പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയതോടെയാണ് അയാളുടെ കള്ളികൾ ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങിയത്. ഇപ്പോഴിതാ അയാൾ ഇക്കണ്ട കാലം മുഴുവൻ ചെയ്തു കൂട്ടിയ പൊള്ളത്തരങ്ങളെല്ലാം ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ അയാളൊരു വലിയ ഫ്രോഡാണ് എന്ന് വ്യക്തമാകുന്നു. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറത്തേക്കാണ് അയാളുടെ ബന്ധങ്ങൾ. വെറുമൊരു ഓട്ടോ ഡ്രൈവർ ആയിരുന്ന ബാബു എങ്ങനെ മുരാരി തന്ത്രി വരെ എത്തിയെന്നും കോടീശ്വരനായി എന്നുള്ള കഥകളും ഇപ്പോൾ പുറത്തു വരുന്നു. ആളുകളെ പറ്റിച്ച് അയാൾ നടത്തിയ വാണിഭ മാഫിയ കച്ചവട രീതി അടക്കമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 430 ക്ഷേത്രങ്ങളിലടക്കം താൻ തന്ത്രിയായിരുന്നു എന്ന് പറഞ്ഞ് വ്യാജമായി തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം, സ്വയം പരിചയപ്പെടുത്തിയതിനു ശേഷം BA MA അടക്കമുള്ള വിദ്യാഭ്യാസ യോഗ്യത അടക്കമുണ്ട് എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ടായിരുന്നു ഇയാളുടെ ഓരോ പ്രവർത്തനങ്ങൾ. എന്നാൽ ഇയാൾക്ക് 10ാം ക്ലാസ് യോഗ്യത പോലും ഉണ്ടോ എന്നുള്ള സംശയങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. എന്തായാലും ചുരുക്കി പറയുമ്പോൾ, പുത്തൂരിൽ പോക്സോ കേസിൽ അറസ്റ്റിലായ ജ്യോത്സ്യൻ മുരാരി തന്ത്രി എന്ന രാജൻ ബാബുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ ആ മുഖംമൂടി അഴിഞ്ഞു വീഴുകയാണ്. ഗൾഫിൽ ഇയാൾ ബാർ സ്വാമി എന്നതാണ് അറിയപ്പെടുന്നതെന്നാണ് സൂചനകൾ. അതായത് ഇയാൾ ഗൾഫിലെത്തുമ്പോൾ ബാറിൽ വെച്ച് പൂജ നടത്തുന്ന വിദഗ്ധനാണ് അത്രേ. ഇയാൾ ഒരു കുട്ടികളെയൊക്കെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന രീതിയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്നുണ്ട്. എങ്ങനെയാണ് ഇയാൾ ഇത്ര കോടികൾ സമ്പാദിച്ചത്, ഇയാൾ നടത്തുന്ന തരികിടകൾ എന്താണ് എന്നതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. ഗൾഫിലേക്ക് കൊണ്ടുപോയ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇയാൾ ചില ക്ഷേത്രങ്ങളിലെത്തി വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു വരികയാണ്. അതായത് തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തുള്ള കുന്നംപള്ളിക്കോണം ഭദ്രകാളി ദേവക്ഷേത്രത്തിൽ വച്ച് പ്രതിഷ്ഠാ മഹോത്സവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് ഈ മുരാരി തന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2015 മെയ് 28 കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവം നടക്കുന്ന ദിവസത്തിൽ ഇതിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് രൂപ മുരാരി തന്ത്രി തട്ടിയെടുത്തു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ ക്ഷേത്രത്തിലെ ഭാരവാഹിയായിരുന്ന മോഹൻദാസ് ആണ് ഇപ്പോൾ ഇത്തരമൊരു പ്രതികരണവുമായി സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തുന്നത്. അദ്ദേഹം പറയുന്നത് പ്രകാരം മനോരമയിലടക്കം ചില മാധ്യമങ്ങളിൽ കണ്ട പരസ്യങ്ങൾ അതുകൊണ്ടാണ് അയാളെ വിശ്വസിച്ചതെന്നാണ്. വലിയ ആളാണ് അയാളെന്നും വലിയ രീതിയിലുള്ള പൂജകൾ നടത്തിയിട്ടുള്ള അനുഭവ സമ്പത്തുള്ള ഒരാളാണ് എന്നും മാധ്യമങ്ങളടക്കം പറയുമ്പോൾ അതിൽ വിശ്വസിച്ചാണ് തങ്ങളും അയാളിലേക്ക് എത്തുന്നത് എന്നും, പരസ്യങ്ങൾ കണ്ട് റീലുകൾ കണ്ടാണ് മുരാരി ബാബുവിലേക്ക് എത്തുന്നതെന്നുമാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. ക്ഷേത്രത്തിന് തറക്കല്ലിടാൻ പരമാവധി സ്വർണം വേണമെന്നതായിരുന്നു മുരാരിയുടെ ആവശ്യം. അതിന്റെ ഭാഗമായിട്ട് നാട്ടുകാരിൽ നിന്നടക്കം ലക്ഷങ്ങൾ പിരിച്ചെടുത്തതിന് ശേഷം നിരവധി സ്വർണങ്ങൾ എത്തിച്ചു. ആ സ്വർണം പിന്നെ എന്തായി എന്നതിനെ കുറിച്ച് അടക്കം അന്വേഷിക്കേണ്ടെന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം മുരാരി കള്ളൻ എന്ന് പറയുമ്പോൾ പോലീസ് പോലും അത് മനസ്സിലാക്കാനോ അന്വേഷിക്കാനോ തയ്യാറാകാത്തത് അയാളുടെ ആ ഒരു ബന്ധത്തെ, അല്ലെങ്കിൽ അയാൾ കൊടും ക്രിമിനലാണ് എന്ന് പോലീസുകാർക്കും അറിയാം എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നും വ്യക്തമാക്കുകയാണ് മോഹൻദാസ്. നടക്കുന്നത് വലിയ തട്ടിപ്പാണെന്ന് പോലീസ് സംവിധാനങ്ങൾക്ക് മുൻപിൽ എത്തുമ്പോൾ പോലും കൈമലർത്തി കാണിക്കുന്നത് അയാൾക്ക് ആ സംവിധാനത്തിന്റെ മേലുള്ള സ്വാധീനത്തെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് വലിയ കണ്ണികളാണ് എന്നും ചൂണ്ടിക്കാണിക്കുകയാണ്. 1.5 കോടിയുടെ രൂപ വാച്ച് സമ്മാനമായി നൽകിയിട്ടുണ്ട് അയാൾക്ക് എന്ന് അയാൾ ഒരു ചാനൽ പരിപാടിക്കിടെ പറയുകയായിരുന്നു. അങ്ങനെ ഒരു അവകാശവാദം ചൂണ്ടുന്ന ഒരാൾക്ക് അയാളോട് ചോദിക്കാനുള്ളത് ആ സമ്മാനം നൽകിയത് ആരാണ് എന്നുള്ള ചോദ്യമാണ്. കാരണം ഒരാൾ ഒരു സമ്മാനം 1.5 കോടി രൂപയുടെ സമ്മാനം നൽകുമ്പോൾ ഒരു 50 കോടിയുടെയെങ്കിലും ലാഭം മുരാരി മുഖാന്തരം അയാൾക്ക് ലഭിച്ചിട്ടുണ്ടാകണമല്ലോ എന്നുള്ള സംശയമാണ് അതിന്റെ കാരണം. അപ്പോൾ അത്തരത്തിൽ വലിയ കണ്ണികളിലേക്ക് കൂടെ ഈ ഒരു കേസ് എത്തുകയാണ്. ഒരു ഗുണ്ടാ തലവനാണ് ഇയാൾ എന്നുള്ള ചില റിപ്പോർട്ടുകളും വിദേശ ഫ്രോഡുകളുമായി വലിയ ബന്ധമുള്ള ഒരാളാണ് മുരാരി ബാബു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. അതേസമയം കൊല്ലം പുത്തൂരിലെ 16 വയസ്സുകാരിക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസിലും വളരെ നിർണായകമായിട്ടുള്ള ഒരുപാട് വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സംഭവത്തിൽ മുരാരി തന്ത്രി എന്ന രാജൻ ബാബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ അടക്കമുള്ള നടപടികൾ കൈക്കൊള്ളുന്നുണ്ടെങ്കിലും അയാൾ രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരം വലിയ പിടിപാടുണ്ടെങ്കിൽ പ്രതി നടത്തിയത് കരുതിക്കൂട്ടിയുള്ള ലൈംഗിക അതിക്രമമാണ് എന്ന് പോലീസ് നിലവിൽ കണ്ടെത്തി കഴിഞ്ഞു. സംഭവ സമയം ജ്യോതിശാലയത്തിൽ ഉണ്ടായിരുന്ന മുരാരിയുടെ ഭാര്യയുടെയും അമ്മയുടെയും മൊഴി അടക്കം എടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. പ്രതിയുടെ
പ്രതിയുടെ വിശദമായ മുൻകാല പശ്ചാത്തലവും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. കൂടാതെ ഇയാളുടെ സാമ്പത്തിക ഇടപെടലുകളും അന്വേഷണം നടത്താനൊരുങ്ങുകയാണ് പോലീസ്. രാജൻ ബാബുവിന്റെ വീട്ടിലെ മുറിയിൽ കണ്ടെത്തിയ രക്തക്കറ ആരുടേതാണ് എന്ന അതടക്കം കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഫോറൻസിക് പരിശോധനകളെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ഫോറൻസിക് പരിശോധനകളെ സഹായത്തിന് എത്തിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം ബാധയെ ഒഴിപ്പിക്കാനെന്ന വ്യാജേനയാണ് ഇയാൾ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു 16 വയസ്സുകാരിയെ തന്റെ വീട്ടിലെത്തിക്കുന്നത്. അവിടെ നിന്ന് പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിക്കുകയായിരുന്നു. കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോകുകയായിരുന്നു. പക്ഷേ ഭരണിക്കാവിൽ നിന്ന് ഇയാളെ പുത്തൂർ പോലീസ് പിടികൂടി എന്നുള്ള വിവരങ്ങൾ പുറത്തുവന്നു. ജ്യോത്സ്യനെ കാണാനായി അമ്മയ്ക്കൊപ്പമാണ് പെൺകുട്ടി അന്ന് അവിടെ എത്തിയിരുന്നത്. അമ്മയെ ഇരുത്തിയ ശേഷം പെൺകുട്ടിയെ ബാധയെ ഒഴിപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ മുറിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇയാൾ. തുടർന്ന് മുറിയിൽ വെച്ച് പെൺകുട്ടിയെ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും കുട്ടി നിലവിളിച്ച് പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുകയുമായിരുന്നു. ബഹളം കേട്ട് നാട്ടുകാർ സംഭവ സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും പ്രതി വീടിന്റെ പിൻവാതിലൂടെ ഓടി രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. പിന്നീട് പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും പരാതിയിൽ പുത്തൂർ പോലീസ് കേസെടുത്തു. അന്വേഷണം ആരംഭിച്ചതോടെയാണ് ഇയാളുടെ ഇത്തരത്തിലുള്ള വലിയ കൊള്ളകളും വലിയ ബന്ധങ്ങളും ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുന്നത്. എന്തായാലും മുരാരി എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചതുപോലെ ചില്ലറ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലൂടെ വന്ന് ഫേക്കായിട്ട് ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത് ചെറിയ തട്ടിപ്പുകൾ നടത്തുന്ന ഒരാളല്ല. അയാളെ സംബന്ധിച്ച് വലിയ ബന്ധങ്ങൾ, വലിയ മാഫിയ സംഘങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ അടക്കമുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും അന്വേഷണങ്ങൾ അതിശക്തമാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. പോലീസ് സംവിധാനങ്ങൾക്കടക്കം വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്ന ഒരു വിഷയമായിട്ട് മാറുന്നുണ്ട് ഇയാളുടെ കേസ്. എന്തായാലും അന്വേഷണത്തിൽ ഇനിയെങ്കിലും നീതി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ.